എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂർ നവോദയ ഗ്രന്ഥാലയം ബാലവേദി കുട്ടികൾക്കായി സംഘടിപ്പിച്ച വേനൽ കുളിര് ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ചാത്തല്ലൂരിന്റെ വിവിധ മേഖലകളിൽ 3 ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പ് നടക്കുന്നത്. ഏറനാട് താലൂക്ക് ലൈബ്രറി സെക്രട്ടറി KP മധു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തെ ഒരു വായനശാലയാണ്. ഏതാ വായനശാല? നവോദയ വായനശാല ചാത്തല്ലൂരിന്റെ വായനശാലയുടെ പ്രവർത്തകരാണ് നിങ്ങൾ പറഞ്ഞ ആരാ? സുരേന്ദ്രേട്ടനടക്കമുള്ള, ബാലേട്ടനടക്കമുള്ള, അൻവർ അടക്കമുള്ള ആളുകൾ. നമ്മൾ ആ ഒരു വായനശാല തീരുമാനിച്ചതാണ് നിങ്ങളെ കുട്ടികളെ ഒരു 3 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കണം. എന്താ ക്യാമ്പിന്റെ പേര്? വേനൽക്കുളിര് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, വേനലിൽ കുളിര് അനുഭവിച്ചിട്ടില്ല. മഞ്ഞൊക്കെ വരുമ്പോ ഉണ്ടാവില്ലേ വേനൽക്കാലത്ത്? ഒരു രസമുള്ള തണുപ്പില്ലേ വേനൽക്കാലത്ത്? എനിക്കൊരു സുഖല്ലേ അല്ലേ? അതുപോലെയല്ല, നമുക്ക് വേനൽ കുളിര് എന്ന് പറഞ്ഞാൽ വേനൽക്ക് ഒരു കുളിര് നമ്മൾ ആഗ്രഹിക്കൂലേ? ആ കുളിര് നിങ്ങൾക്ക് 3 ദിവസം ഇവിടെ കിട്ടും. ആ കുളിര് 3 ദിവസം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താവണം? നിങ്ങൾ ഫ്രഷ് ആവണം. അതിന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് രാവിലെ ഒരു നടത്തം തന്നത്. നിങ്ങളുടെ ശരീരമൊക്കെ ഇപ്പോൾ നല്ല ഊർജ്ജസ്വലമായ ശരീരമായിട്ട് മാറുമ്പോൾ, ഈ കുടിച്ച വെള്ളം കൂടി ചെല്ലുമ്പോൾ ഊർജ്ജസ്വലമായ ഒരു എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ അന്വേഷിച്ചു. ഈ ക്യാമ്പിന്റെ ഭാഗമായി ഇവിടെ എന്തെല്ലാം പരിപാടികളുണ്ട്? പറയൂ. ഈ ക്യാമ്പിന്റെ ഭാഗമായി ഇവിടെ എന്തെല്ലാം പരിപാടികളുണ്ട്? കുട്ടികൾ നാടിനെ അടുത്തറിയുക എന്നതാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. പ്രത്യേകം റൂട്ട് മാപ്പുകൾ തിരിച്ച് വ്യത്യസ്ത വഴികളിലൂടെയാണ് ക്യാമ്പ് സ്ഥലത്തേക്ക് കുട്ടികൾ എത്തിയത്. ഇടയ്ക്കിടെ ആശ്വാസ തെളിനീരുകളും നൽകി. വഴികാട്ടിയുടെ കൂടെ കവിതയും കഥകളുമായി ആനന്ദിച്ചാണ് കുട്ടികൾ ക്യാമ്പിലേക്ക് എത്തിയത്. ഗ്രന്ഥാലയം പ്രസിഡന്റ് PT ബാലകൃഷ്ണൻ, സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ KT അൻവർ, CP ശ്രീധരൻ നായർ, അഡ്വക്കേറ്റ് സുരേന്ദ്രൻ, PK അബ്ദുൽ നാസർ, മുജീബ് ചമല, ബിലഹരി, സാനിർമോൻ, വിജേഷ് പൊതിയിൽ, P അഭിലാഷ്, രാജൻ വെട്ടത്തൂർ എന്നിവർ നേതൃത്വം നൽകി സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.